Orbit Reader, a refreshable braille display. School for the Blind, Aluva 5. ഈ ഡിവൈസിൻ്റെ പേരാണ് ഓർബിറ്റ് റീഡർ. ഓർബിറ്റ് റീഡർ എന്ന് പറഞ്ഞാൽ റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേ ആണ്. അതായത് നമുക്ക് ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കമ്പ്യൂട്ടർ പോലെ നമുക്ക് എല്ലാ എഡിറ്റിങ്ങും ഇതിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാനോ അത് വേറൊരു സ്ഥലത്ത് കൊണ്ട് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോസിബിൾ അല്ല. അതേപോലെ തന്നെ പക്ഷേ നമ്മളൊരു ലാപ്ടോപ്പിലൊരു കാര്യം എഴുതുമ്പോൾ അതിൽ നമുക്ക് എഡിറ്റിംഗ് പോസിബിളാണ്. നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു സാധനം കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. അതെല്ലാം ഈ ഒരു ബ്രെയിൽ ഇതിൽ അവൈലബിൾ ആവുന്ന ഒരു ഡിവൈസാണ് ഈ റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇത് ഓർബിറ്റ് റീഡർ എന്നാണ് ഈ പർട്ടിക്കുലർ ഡിവൈസിൻ്റെ പേര്. ഇതിൽ നമുക്ക് എഴുതുന്ന കാര്യങ്ങൾ, അതായത് ഒരു ബ്രെയിൽ കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇതിൽ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതിയത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അത് വേണമെങ്കിൽ കോപ്പി ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ബ്രെയിൽ കമ്പ്യൂട്ടറിൻ്റെ തുല്യമായ ഒരു ഡിവൈസാണ്. മെച്ചമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുട്ടിക്ക് ആവശ്യമുള്ള നോട്ട്സൊക്കെ ഇതിൽ തന്നെ എഴുതി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് ബ്രെയിൽ ലിപിയിൽ ഇതിൽ കീസ് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് ഇതിൽ തന്നെ ഇതിൻ്റെ മെമ്മറി കാർഡിൽ സേവ് ചെയ്യാം. അത് ഇതിൻ്റെ അതിൽ കീസ് വെച്ചിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു നോട്ട് ടേക്കിംഗ് ഡിവൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും എറർ സംഭവിച്ചാൽ അത് എഡിറ്റ് ചെയ്യാം, കൃത്യമായിട്ട് കട്ട് ചെയ്യാം, പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് കുട്ടികൾക്ക് നോട്ട്സ് എഴുതുന്നതിനും നോട്ട്സ് കീപ്പ് ചെയ്യുന്നതിനൊക്കെ പറ്റിയൊരു ഡിവൈസാണ്. ഇതിൻ്റെ സർവീസ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം, കീസ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് മേളിൽ കാണുന്ന കീസാണ്. അത് ഇവിടെ 6 കീസ്, അതായത് പെർക്കിൻസ് ബ്രെയിലറിൻ്റെ തുല്യമായ അതിലെ കീസിന് അനുയോജ്യമായ കീസാണ് ഇവിടെ മേളിൽ കൊടുത്തത്. ഈ കീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ പെർക്കിൻസ് ബ്രെയിലർ എല്ലാവർക്കും അറിയാം, അതിൽ 6 കീസാണുള്ളത്. ഈ 6 കീസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് .1, .2, .3, .4, .5, .6. ഇപ്പോൾ ഈ കീസ് വെച്ചിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ ഞാനൊരു വാക്ക് എഴുതാൻ ശ്രമിക്കുകയാണ്. ഞാനിവിടെ പെർക്കിൻസ് ബ്രെയിലർ എഴുതുന്ന പോലെ ഐ എഴുതി, ആം എഴുതി, ഫൈൻ എഴുതി. ഇത് എനിക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഞാൻ ഇപ്പോൾ എഴുതിയത് തെറ്റിപ്പോയിട്ട് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഫൈൻ്റെ ഇയുടെ ഡിലീറ്റ് ചെയ്തു, എൻ ഡിലീറ്റ് ചെയ്തു, ഐ ഡിലീറ്റ് ചെയ്തു, എഫ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും അറിയാതെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഡിവൈസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്കിതിൽ നോട്ട്സ് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കുകയും അത് വായിച്ച് പഠിക്കാനുള്ളൊരു അവസരം ഈ ഡിവൈസിനുണ്ട്. Once there was a baby elephant. He lost his way. The elephant walked all alone. He was so hungry. He was very thirsty. He was sad. He was a house. In February, I go to the park. I see a tree, great tree. It has no leaves. What an ugly tree! In March, I go to the park. The ugly tree is it. Standard 4. The naughty dog. We are a family of boy proud. Amma was fed up to hear it many times. Whenever she asked for anything, her father would say, "We will buy it when we have money." Where will we get money from? She asked her friend. ഒരു മഴക്കാലത്ത് ഏതോ കലകല ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത്. ആ കാഴ്ച കണ്ട് അവൾ അതിശയിച്ചു പോയി. തുറന്നിട്ട ജനാലയുടെ കമ്പിയിൽ അതാ മഞ്ഞ നിറമുള്ള ഒരു കുഞ്ഞിക്കിളി മഴ നനഞ്ഞ് തണുത്തു
വിറയ്ക്കുന്നു. കൂനിപ്പിടിച്ച് അനങ്ങാതിരിക്കുകയാണ് ആ മണ്ണ്. 3. ഒരു മഴക്കാലത്ത് ഏതോ കലപില ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത്. ആ കാഴ്ച കണ്ട് അവൾ അതിശയിച്ചു പോയി. തുറന്നിട്ട ജനാലയിലൂടെ കമ്പിയിൽ അതാ മഞ്ഞ നിറമുള്ള ഒരു കുഞ്ഞു അപൂർവ സെൽഫി. ഉച്ചഭക്ഷണം കഴിഞ്ഞു. എല്ലാവരും കൈ കഴുകാൻ ഒരുങ്ങി. അപ്പോഴാണ് അത് കണ്ടത്. കുട്ടികൾ ആർത്തു വിളിച്ചു, നോക്കൂ! എല്ലാവരുടെയും നോട്ടം ചുമരിനു മുകളിലേക്കായി. എന്തോ അനങ്ങുന്നു. ഏതോ ജീവിയാണ്. കുട്ടികൾ തറപ്പിച്ചു. and the thin dog. This is a fat king. He has a thin dog. The dog sees a bird. The dog runs after the bird. The king runs after the how to cross the river. Tortoise and rabbit are friends. They reached near a river. How to cross the river? Then a fox came there. The fox said, Guests, elephants are our guests. a little boy. He has no friends. Every evening he plays with a ball. Chotu the monkey sees the ball. Can I have the? He asked. ഈ ഡിവൈസിൻ്റെ മറ്റൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു റിമോട്ട് ഡിവൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു വേർഡ് ഫയൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. വേർഡിൽ കുറച്ച് നോട്ട്സോ സ്റ്റോറി എന്തെങ്കിലും നമ്മൾ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. അത് ഈ ഡിവൈസ് ഉപയോഗിച്ച് ബ്രെയിൽ ലിപിയിൽ വായിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച ഒരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുന്നത്. കാരണം കമ്പ്യൂട്ടറിൽ നമുക്കുള്ള ഒരു നോട്ട് നമുക്ക് ബ്രെയിൽ ലിപി തന്നെ ഈ ഡിവൈസ് വെച്ചിട്ട് വായിക്കാൻ സാധിക്കും. അതോടൊപ്പം കമ്പ്യൂട്ടർ നമുക്ക് ഈ ഡിവൈസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കമ്പ്യൂട്ടറിൽ ഓരോ ഓപ്ഷൻസിലും നമുക്ക് പോകാൻ സാധിക്കും, ഓരോ മെനുവിലും കയറാൻ സാധിക്കും. അതേപോലെ വേർഡ് ഫയൽസിൽ കയറിയിട്ട് അതിലുള്ള എഴുതിയിരിക്കുന്നു വായിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഡിവൈസിൻ്റെ ഏറ്റവും ഒരു മികച്ച മേന്മ എന്ന് ഞാൻ മനസ്സിലാക്കും. Mom and Dad's picnic day. Mom and Dad went for a picnic in the forest. They reached the forest. They parked the car under the tree. Mom and Dad sat near a lake to relax. A fox came and started scratching the window of the car. Mom and Dad saw the fox. ഈ ഡിവൈസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു കമ്പ്യൂട്ടറിൽ ഒരു വേർഡ് ഫയൽ ഈ ഡിവൈസ് വെച്ച് നമുക്ക് എഴുതാമെന്ന് വേർഡ് ഫയൽ നമുക്ക് ഇതിൽ എഴുതാമെന്നുള്ളതാണ്. അതായത് ഈ ഡിവൈസിലെ പെർക്കിൻസ് കീബോർഡിൻ്റെ കീസ്, പെർക്കിൻസ് ബ്രെയിലറിൻ്റെ കീസ് പോലെയുള്ള കീസ് ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ എന്താണോ എഴുതുന്നത് അത് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ വേർഡ് ഫയലിൽ അതിൽ കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ കമ്പ്യൂട്ടർ നമുക്ക് ഈ ഡിവൈസ് ഉപയോഗിച്ച്
ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഇതിൽ ഏറ്റവും കൂടുതലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 7ാം ക്ലാസ് വരെ നമുക്ക് സ്പെഷ്യൽ സ്കൂൾ വിദ്യാഭ്യാസം കേരളത്തിലുള്ളൂ. അതിനുശേഷം 8ാം ക്ലാസ് തൊട്ട് കുട്ടികൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് മറ്റ് സാധാരണ സ്കൂളുകളിൽ സാധാരണ കുട്ടികളുടെ ഒപ്പം പോയി പഠിക്കണമെന്നാണ്. അവിടെ ഈ ഡിവൈസ് ഒത്തിരി കുട്ടിയെ സഹായിക്കുന്നുണ്ട്. അതായത് ഈ ഡിവൈസിൽ നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ടീച്ചറിന് അത് കാണാൻ സാധിക്കും. എന്താണോ ഈ ഡിവൈസിൽ ടൈപ്പ് ചെയ്തത് അത് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ കൃത്യമായി സൈറ്റൽ ലെറ്റേഴ്സിൽ ഇത് വരും. അപ്പോൾ കുട്ടി എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ടീച്ചർക്ക് ബ്രെയിൽ അറിയില്ലെങ്കിലും അതിൽ വായിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിലൊരു വേർഡ് ഫയൽ എടുത്തിട്ട് ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആ കുട്ടി എന്താണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് അതേ സമയം തന്നെ സൈറ്റൽ ലെറ്റേഴ്സിൽ ടീച്ചർക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഡിവൈസ് പഠിച്ചിട്ടുള്ളൊരു കുട്ടി, അതായത് ബ്രെയിൽ പഠിച്ചിട്ടുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 7ാം ക്ലാസ്സിന് ശേഷമുള്ള പഠനം കൂടുതൽ എളുപ്പമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഫലവത്താക്കാൻ ഈ ഡിവൈസ് കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം 8ാം ക്ലാസ്സിലൊക്കെ ചെന്ന് അവിടുത്തെ ഒരു ടീച്ചർക്ക് ഒരു പക്ഷേ ബ്രെയിൽ അറിയണമെന്നുണ്ടാകില്ല. അപ്പോൾ എന്താണ് ഇവർ ബ്രെയിലിൽ എഴുതുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനൊരു ഡിവൈസ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സാധാ സൈറ്റൽ ലെറ്റേഴ്സിലൂടെ അത് കണ്ട് മനസ്സിലാക്കാനും കറക്റ്റ് ചെയ്യാനും സാധിക്കുന്ന ഒന്നാണ്. ഈ ഡിവൈസ് തീർച്ചയായിട്ടും കുട്ടികളുടെ പഠനം 7ാം ക്ലാസ്സിന് ശേഷമുള്ള പഠനം ഉന്നത വിദ്യാഭ്യാസമായത് ഏതായാലും അത് കൂടുതൽ എളുപ്പമാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മേന്മ. ഹാർഡ് HARD വർക്കിംഗ് WORKING counts COUNTS once ONCE there THERE lived LIVED A red RED hen HEN she SHE was WAS hard HARD working WORKING